ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ബഡ്ജറ്റ് വീട് ആണിത്. 3 ബെഡ്റൂമിൻ്റെ. ഇത് തൃശ്ശൂർ മണ്ണുത്തി റോട്ടിലാണ്. ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് 2 ഭാഗത്തും 4 മീറ്റർ വീതി കൂടിയ ടാറിംഗ് റോഡാണ് കൊടുത്തിരിക്കുന്നത്. 4 മീറ്ററോളം വീതി കൂടിയ ടാറിംഗ് റോഡാണ് 2 സൈഡിലുമായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഭാഗങ്ങളിലൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നമുക്ക് 2-3 കാറ് ഈസി ആയിട്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ഉണ്ട്. 4,600 സെൻറ്റ് സ്ഥലത്താണ് ഈ പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് നമുക്ക് സ്ഥലം സ്പേസ് ഉള്ളതാണ്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. LED ബൾബുകളും ടൈൽസ് വർക്കുകളും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി 3 ബെഡ്റൂം ഉള്ള ഒരു വീടായത് കൊണ്ട് സ്റ്റെയർ നമ്മൾ പുറകുവശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിരിക്കുന്നു. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ മണ്ണുത്തി NH നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ്. അത്ര അടുത്താണ് ബസ് റൂട്ടിൻ്റെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വീതി കൂടിയ സിറ്റ് ഔട്ട്, ഒരു ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഡോറ് ആണ് മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിലാണ് ഡോറുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കയറി വരുന്ന ലിവിംഗ് ഹാളാണ്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും അപ്പോക്സിയോട് കൂടിയാണ്. നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് ലിവിംഗ് ഹാളിലായിട്ട് കൊടുത്തിരിക്കുന്നു. ടച്ച് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്തായിട്ട് ഫോൾ സീലിംഗ് വർക്ക്, ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളും എല്ലാം നല്ല രീതിയിൽ നല്ല കളർഫുള്ളായിട്ട്, അതും LED ബൾബോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നു. നല്ല വിശാലമായ ഒരു ലിവിംഗ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതേ ഡിസൈനിൽ തന്നെ വീതി കൂടിയ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെ ജനൽപ്പാളികളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും അപ്പോക്സിയോട് കൂടി തന്നെയാണ് വാൾ ടൈലെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ അലമാരി വർക്കുകൾ, ഗ്ലാസ് ഡോറോട് കൂടിയാണ് ഇവിടെ അലമാരി വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. 3 പാളി ഡോറോട് കൂടി. ഒരു ആർച്ചോട് കൂടി, ഒരു വീതി കൂടി ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ആ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വീതി കൂടി ടൈൽ തന്നെ. നല്ല വിശാലമായൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്.
ഇവിടെയും സീലിങ്ങിൽ LED ബൾബുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു 10-12 സൈസാണ് ബെഡ്റൂമിൻ്റെ അളവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് പോലെ തന്നെ അലമാരി വർക്ക് ഗ്ലാസ് ഡോറോട് കൂടി തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതുപോലെ ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. വ്യത്യസ്തമായ ടൈൽ വർക്കുകളാണ് 3 ബാത്റൂമുകളിലും കൊടുത്തിരിക്കുന്നത്. അത് അപ്രോക്സോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെയാണ് 3ാമത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഒരു 10-10 സൈസാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതേ മോഡലിൽ തന്നെ അലമാരി വർക്കുകളും സെയിം ഡിസൈനിൽ തന്നെ ഗ്ലാസ് ഡോറോട് കൂടി ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതരം കമ്പനികളുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നല്ല ഗ്യാരണ്ടിയോട് കൂടിയുള്ള ഫിറ്റിങ്സ് ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ ഡൈനിങ് ഹാളിൽ തന്നെയാണ് ഒരു വീതി കൂടിയ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ടൈൽ, ഒരു വുഡ് ഡിസൈനോട് കൂടിയ ടൈലാണ് ഇവിടെ. അതും വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് ധാരാളം കബോർഡ് വർക്ക് കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. UV ഷീറ്റിൽ തന്നെയാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി കൂടിയ ഒരു മെറ്റീരിയൽ തന്നെയാണിത്. ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും കൊടുത്തിരിക്കുന്നു. വുഡ് ഡിസൈനോട് കൂടിയും അതൊരു വൈറ്റ് ഷെയ്ഡോട് കൂടിയിട്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നതാണ്. അതേ മാച്ചിങ്ങിൽ ഒരു വുഡ് ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ടൈൽ കൊടുത്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ പൈപ്പ് ഒരു സെപ്പറേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കൊടുത്തിരിക്കും. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. ബാക്കിലെല്ലാം ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഈ ഭാഗങ്ങളിലെല്ലാം ബേബി മെറ്റെല്ലാം വിരിച്ച് സെറ്റ് ചെയ്ത് തരുന്നതാണ്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. അത് കിണർ ചെറുതാക്കിയാണ് സൈഡിലേക്ക് നടക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. നല്ല ബീം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു സൈഡിലായിട്ട് നല്ല ഈ സൈഡിലെല്ലാം നമ്മൾ ബേബി മെറ്റെല്ലാം വിരിച്ച് നല്ല ക്ലിയർ ആക്കി തരുന്നതാണ്. വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ലാത്തൊരു ഏരിയ തന്നെയാണിത്. അതുപോലെ ധാരാളം വെള്ളം കിട്ടുന്നത് ഇപ്പോൾ ഈ സമയത്ത് വരെ കോരിയെടുക്കാവുന്ന കൈയിട്ട് എടുക്കാവുന്ന രീതിയിൽ തന്നെ വെള്ളമുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ പ്രളയകാലത്ത് വെള്ളം കയറാത്ത ഒരു ഏരിയ തന്നെയാണിത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. അതുപോലെ മണ്ണുത്തി NH-ൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് ഉള്ളത്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് 39 ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്ന വില. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുവിധി പ്രകാരം തന്നെയാണ് വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ഞങ്ങളുടെ കൈവശം 40 ലക്ഷം രൂപ, 45 ലക്ഷം രൂപ, അങ്ങനെ 1.5 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ നമ്മുടെ കൈവശമുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.